നമസ്കാരം. ഞാനൊരു അമിത മദ്യാസക്തൻ ദൈവസഹായത്താലും ഈ മഹത്തായ കൂട്ടായ്മയുടെ ശക്തി കൊണ്ടും ഇന്നും മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ദി സ്റ്റെപ്സ് വി ടുക്ക് എന്നുള്ള പുസ്തകം വായിക്കലാണ് എന്റെ ദൗത്യം. ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഞാനും മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന റിഫ്ലക്ഷൻ പോലെ എന്റെ ജീവിതം മുഴുവൻ പഠനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാനിത് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന സംസാരത്തെ വേണമെങ്കിൽ സംസാരം എന്ന് പറയാം. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. ഈ പുസ്തകം എനിക്ക് അറിയാവുന്നത് പോലെ ഞാൻ വായിക്കുന്നു. അതിന്റെ മലയാളത്തിൽ അതിന്റെ കാര്യങ്ങൾ വിസ്തരിക്കുന്നു എന്ന് മാത്രമാണ്. ഒന്നുമില്ല, ഞാൻ എനിക്ക് തന്നെ ഒന്ന് വ്യക്തമാക്കിയതാണ്, അത്രേ ഉള്ളൂ. ഇന്നിപ്പോ 10-ാം പടിയാണ് നമ്മൾ വായിക്കുന്നത്. കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് വെൻ വി വർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ്. അതും ഇന്നത്തെ റിഫ്ലക്ഷനുമായിട്ടും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് എവിടെ അവസാനിക്കുന്നില്ല, ഇതിന്റെ പഠനം അവസാനിക്കുന്നില്ല. കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി, ആത്മപരിശോധന അല്ലെങ്കിൽ ആത്മകണക്കെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് വെൻ വി വർ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ലവ്, കറേജ്, ടോളറൻസ്, പേഷ്യൻസ്, these are powerful things that we can use in our lives. Step 10 is there to nurture these things. They are unlimited, and as we practice them on a daily basis, we find they continue to grow. സ്നേഹം, ധൈര്യം, സഹനം, ക്ഷമ, ഇത് വളരെ ശക്തിയുള്ളവയാണ്. ആൻഡ് അതുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കാം. 10-ാം പടി അതിനു വേണ്ടിയിട്ടുള്ള ഈ 4 ഗുണങ്ങളെ നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 10-ാം പടി എന്നാണ് പറയുന്നത്. അതിനൊരു ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. ഇതിനൊരു അളവറ്റ ഒരു സംഗതിയാണ്. ആൻഡ് ആസ് വി പ്രാക്ടീസ് ദം, നമ്മൾ ദൈനംദിനമായിട്ട് ഇത് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വായിക്കട്ടെ. The key to understanding the 10th step is the word continue. ഇത് 10-ാം പടി മനസ്സിലാക്കുന്നതിൽ വളരെ ഒരു താക്കോല് പോലെയാണ്. എന്ത്? The word continued, തുടർന്നു എന്നുള്ള വാക്ക്. After we have finished working the first 9 steps, there is really nothing new, but instead there is a continuous working of what we have already done. അപ്പോ നമ്മൾ ഈ 9 പടികൾ, ആഫ്റ്റർ വി ഹാവ് ഫിനിഷ്ഡ് വർക്കിംഗ് ദ ഫസ്റ്റ് 9 സ്റ്റെപ്സ്, 9 പടികൾ പ്രവർത്തിച്ച ശേഷം പുതിയതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണുള്ളത്? ഒരു കാര്യമുണ്ട്. ദർ ഇസ് എ കണ്ടിന്യൂസ് വർക്കിംഗ് ഓഫ് വാട്ട് വി ഹാവ് ഓൾറെഡി ഡൺ. ഈ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചെയ്തത് തന്നെ ആദ്യം പിന്നെയും ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് അവിടെയുണ്ട്. If we go back through the steps, we see that the first personality change occurs after step 4. അപ്പോ ഇതൊന്ന് പരിശോധിക്കുമ്പോൾ, ഈ പടികളെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യത്തെ
പേഴ്സണാലിറ്റി ചേഞ്ച്. അതായത് ആദ്യത്തെ പേഴ്സണാലിറ്റിയിലുള്ള മാറ്റം അത് സംഭവിക്കുന്നത് 4-ാം പടിയിലാണ്. വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വ്യക്തിത്വം, അതിന് 4-ാം പടിയിലാണ് അത് മാറുന്നത് കാണാൻ സാധിക്കുന്നത്. We have begun to learn tolerance, patience and goodwill toward all men. നേരത്തെ പറഞ്ഞ സഹനം, ക്ഷമ, പിന്നെ ഗുഡ്വിൽ, അതായത് ഒരു നന്മയുടെ വശം, ഇതൊക്കെ മറ്റുള്ളവരിൽ നമ്മൾ കാണാൻ സാധിച്ചു തുടങ്ങിയിരുന്നു. ഈ നമ്മളുടെ ശത്രുക്കളിൽ പോലും അത് നമ്മൾ കണ്ടിരുന്നു. ബിഗ് ബുക്ക് 70-ാം പേജിൽ അത് പറയുന്നു. ആൻഡ് വെൻ വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഗ്രോത്ത് ആഫ്റ്റർ, അതിനുശേഷം വളർച്ച നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് 5 ആൻഡ് എ ലോട്ട് ഓഫ് ഗ്രോത്ത് അഗെയിൻ ആഫ്റ്റർ സ്റ്റെപ്പ് 9. 5-ാം പടിക്ക് ശേഷവും 9-ാം പടിക്ക് ശേഷവും എല്ലാം ഇത് തന്നെയാണ് കാണുന്നത്, ഈ വളർച്ച തന്നെയാണ് കാണുന്നത്. All the growth will come through the action steps. ആക്ഷൻ പടികളിലാണ്, പ്രവർത്തന പടികളിലാണ് ഈ വളർച്ചയൊക്കെ വരുന്നത്. We don't get any real growth out of identifying the problem in step 1. 1-ാം പടിയിൽ പ്രോബ്ലത്തെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരു വളർച്ചയും നമ്മൾക്ക് സംഭവിക്കുന്നില്ല. അത് മനസ്സിലാക്കൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഓർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഇൻ സ്റ്റെപ്പ് 2. 2-ാം പടിയിൽ നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അതും പോരാന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 ജസ്റ്റ് എ ഡിസിഷൻ. 3-ാം പടിയിൽ ഒരു തീരുമാനം എടുത്തു. ആൻഡ് വി ഡോണ്ട് ഗെറ്റ് എനി ഗ്രോത്ത് ഫ്രം മേക്കിംഗ് എ ഡിസിഷൻ. ഈ 3 പടികളിൽ നിന്നും വളർച്ച സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓൾ ദ റിയൽ ഗ്രോത്ത് കംസ് ഫ്രം സ്റ്റെപ്പ് 4 to 9. 4-ാം പടിയിൽ നിന്നും 9-ാം പടിയിൽ, 4-ാം പടിന്റെയും 9-ാം പടിന്റെയും ഇടയ്ക്കാണ് വളർച്ച എന്നുള്ള സംഭവം സംഭവിക്കുന്നത് എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇഫ് വി എക്സാമിൻ സ്റ്റെപ്പ് 10, we see it is a continuous practicing of these steps. അപ്പൊ ഇത് ചെയ്തത് തന്നെ തിരിച്ചു ചെയ്യുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ്. 1-ാം പടി തൊട്ട് 9-ാം പടി അല്ല 4-ാം പടി തൊട്ട് 9-ാം പടി വരെ ചെയ്തത് തന്നെ തിരിച്ചും ചെയ്യുക എന്ന് ഓൺ എ ഡെയിലി ബേസിസ് ദൈനംദിനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. There is no way we could enter a program like this and remain the same. There is no way we could enter a program like this. വേറെ എവിടെയും അത് സാധിച്ചിരുന്നില്ല. ഇതേപോലെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാനും അതിൽ തന്നെ നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. The big book tells us to continue to watch for selfishness, dishonesty, resentment and fear, and we discovered those things in the 4th step. 4-ാം പടിയിൽ നമ്മൾ കണ്ടുപിടിച്ച സംഭവങ്ങളെ വീണ്ടും ഒരു ജാഗ്രതയോടുകൂടി വീണ്ടും അതിനെ തുടർന്ന് തെരയുവാനായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. The big book tells us to continue to watch. തുടർന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ തുടർന്ന് ജാഗ്രതയായിരിക്കാൻ. എന്തിനു വേണ്ടി? സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, ആർത്തി അല്ലെങ്കിൽ ഡിസോണസ്റ്റി, സത്യസന്ധത ഇല്ലായ്മ, റിസൺമെന്റ് ദേഷ്യം അല്ലെങ്കിൽ റിസൺമെന്റ് വൈരാഗ്യം, പേടി. ആൻഡ് വി ഡിസ്കവേർഡ് ദോസ് തിങ്സ് ഇൻ ദ 4th സ്റ്റെപ്പ്. 4-ാം പടിയിൽ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും നോക്കാൻ വേണ്ടി പറയാണ്. When we find them, we discuss them with another person, which is step 5. അപ്പൊ വീണ്ടും അതന്നെയാണ്, വീണ്ടും ചെയ്തത് തന്നെ തിരിച്ചും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അത് 4-ാം പടിയിൽ ചെയ്തിരുന്നത് കാര്യങ്ങൾ ചെയ്ത ശേഷം കിട്ടിയതിനെ വെച്ചുകൊണ്ട് വേറൊരാളോട് ഒരു ഡിസ്കഷനിൽ ഇറങ്ങണം. അത് 5-ാം പടി.
we ask God to remove them, which is step 6. അതിനുശേഷം ദൈവത്തോട് അഭ്യർത്ഥിക്കുകയാണ് അത് എടുത്ത് മാറ്റുവാൻ വേണ്ടിയിട്ട്. ആൻഡ് 7, 6ഉം 7ലുമാണ് അത് സംഭവിക്കുന്നത്. സംസാരിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് if we have harmed anyone, we make amends, which is step 9. അപ്പൊ 9ാം പടി എന്താണ്? നമ്മൾ മാപ്പ് ചോദിക്കുക. ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. So really, step 10 is a continuous practicing of step 4 to 9 on a daily basis. അപ്പൊ അതാണ്. അപ്പൊ 7 വന്നു, 1ാം പടി തൊട്ട് 9ാം പടി വരെ ആദ്യത്തെ 3 പടികൾ ചെയ്തു, അല്ലെങ്കിൽ ആദ്യത്തെ 3 പടികളിൽ കാര്യങ്ങൾ മനസ്സിലായി. 4ാം പടി തൊട്ട് 9ാം പടി വരെ പ്രവർത്തന പടികളാണ്. അവയിലെത്തി വളർച്ചയുണ്ടായി എന്നതിന് ശേഷം 10ാം പടിയിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈനംദിന ബേസിസിൽ ദൈനംദിനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്തതിനെ തിരിച്ച് വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്ന് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാണ്. As we practice these steps over and over, we will learn more and more about ourselves. എന്താണ് അവനവനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, അത് കുറച്ചുകൂടി ആ അറിവ് വളരാൻ സാധിക്കും. എപ്പോ? ഈ പടികളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ആസ് വി പ്രാക്ടീസ് ദീസ് സ്റ്റെപ്സ് ഓവർ ആൻഡ് ഓവർ, ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവനവനെ തന്നെ അറിയാൻ സാധിക്കും. വി വിൽ സീ മോർ ആൻഡ് മോർ ക്യാരക്ടർ defects, and as we discuss them with someone else in step 5, we will learn more and more. Big book, page 83. അതായത് നമ്മള് ഇപ്പൊ ആദ്യം ഒരു റൗണ്ട് എന്നുള്ള വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാ പറയാം. ആദ്യം അല്ലെങ്കിൽ നമ്മൾ 4 തൊട്ട് 9 വരെ ചെയ്തു, വീണ്ടും അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊണ്ട് അതിലൊരു വളർച്ചയുണ്ടാവും. അപ്പോൾ ആ ഒരു നേരത്തെ ചെയ്തിരുന്നതിനേക്കാളും ഒരു വളർന്ന ലെവലിലെത്തിയ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. ആസ് വി ഡിസ്കസ് വിത്ത് someone else in step 5, we will learn more and more. കൂടുതലായിട്ട് എന്നിലുള്ള അവനവനിലുള്ള ഡിഫക്റ്റ്, അവനവനിലുള്ള ക്യാരക്ടർ ഡിഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അത് ബിഗ് ബുക്കിൽ 83ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ആസ് വി ആസ്ക് ഗോഡ് ടു റിമൂവ് ദം, ദേ വിൽ ബിക്കം ലെസ് ആൻഡ് ലെസ്. അപ്പൊ ഈ ഡിഫക്ട്സ് കുറഞ്ഞു വരുന്ന എപ്പോഴാണ്? ദൈവത്തോട് നമ്മൾ 7ാം പടിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആസ് വി ആസ്ക് ഗോഡ് ടു റിമൂവ്, ഹംബ്ലി ആസ്ക് ഹിം എന്നുള്ളത് ക്യാപിറ്റൽ H ആണ്. ഹംബ്ലി ആസ്ക്ഡ് ഹിം ടു റിമൂവ് അവർ ഷോർട്ട് കമ്മിങ്സ്. അതാണ് 7ാം പടി. അത് ചെയ്യുമ്പോൾ ഈ ഡിഫക്ട്സ് കുറഞ്ഞു വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആസ് വി മേക്ക് amends to other people, our relationship with other people will grow better. എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള വളർച്ച ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ 8ാം പടി ചെയ്ത് 8ാം പടി ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് എന്ത് കാരണമാണ്, ഇതൊക്കെ വായിച്ചിരുന്നു നേരത്തെ. അതിനൊക്കെ കോളം വെച്ച് വരച്ച് അതുപോലെ അത് ചെയ്തിട്ട് 9ാം പടിയിൽ നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുന്ന ഒരു അതാണ്. അത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള വളർച്ച എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. When we finish step 9, we get the promises. When we finish step 9, we get the promises. For all intents and purposes we have recovered. We have put our lives in order. 9ാം പടിയിലാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ കിട്ടുന്നത്. ഫോർ ഓൾ ഇന്റൻസ് ആൻഡ് പർപ്പസസ് വി ഹാവ് റിക്കവേർഡ്. ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് മോചനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാരണങ്ങൾ. വി ഹാവ് പുട്ട് അവർ ലൈഫ്സ് ഇൻ ഓർഡർ.
നമുക്ക് നമ്മളുടെ ജീവിതത്തെ ഒരു ഓർഡറിലാക്കി ഇടാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത് അവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ റിഫ്ലക്ഷൻ പറയുന്ന പോലെ അത് അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ദ ബിഗ് ബുക്ക് ടോക്സ് അബൌട്ട് ദ 3 dimensions ഓഫ് ലൈഫ്. ദ ബിഗ് ബുക്ക് ടോക്സ് അബൌട്ട് ദ 3 dimensions ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ 3 ഡയമെൻഷനെ കുറിച്ച് ബിഗ് ബുക്ക് എന്താണ് പറയുന്നത്? ദ സ്പിരിറ്റ്, ദ മൈൻഡ് ആൻഡ് ദ ബോഡി. 3 തലത്തിലുള്ള ജീവിതത്തിന്റെ ഡയമെൻഷൻസിനെ ബിഗ് ബുക്ക് പറയുന്നുണ്ട്. ഒന്ന് ദ സ്പിരിറ്റ്, ദ മൈൻഡ് ആൻഡ് ദ ബോഡി. മനസ്സ്, ദേഹം, പിന്നെ ആത്മാവ്. അത് തന്നെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് തന്നെയാണ് തോന്നുന്നത് എനിക്ക് മലയാളം. ദ ബിഗ് ബുക്ക് ഗിവ്സ് us a design of living. Most people don't understand that life does have a design. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാല് ഒരു ജീവിതത്തിന് ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു 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 ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മാർഗം, അല്ലെങ്കിൽ ജീവിക്കാനുള്ളതിലെ ഒരു അതിനുള്ളൊരു ഡിസൈൻ എന്നുള്ള വാക്ക് എനിക്ക് മലയാളം അറിയുന്നില്ല. ഡിസൈൻ എന്നുള്ള നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് ബിഗ് ബുക്ക് പറയുന്നുണ്ട്, ഒരു ഡിസൈൻ ഉണ്ട് എന്നുള്ളത്. ഇത് കൂടുതൽ ആൾക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. എന്ത്? ജീവിതത്തിന് ഒരു ഡിസൈൻ ഉണ്ട്, ഒരു വഴിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ. ഫസ്റ്റ് വി ഹാവ് എ സ്പിരിച്വൽ ലൈഫ്. ആദ്യം നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. ആൻഡ് വി ക്യാൻ ലിവ് ഇറ്റ് ഇൻ ഹാർമോണിയൻ ഓർ ഡിസ്ഹാർമോണി. ഇറ്റ് ഈസ് സാഡ്, ബട്ട് മോസ്റ്റ് പീപ്പിൾ ലിവ് വിത്ത് ഇറ്റ് ഇൻ ഡിസ്ഹാർമോണി. അപ്പൊ ഈ ആത്മീയ ജീവിതത്തില് നമുക്ക് എന്താണ് അതിൽ വളരെ ഹാർമോണിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ഹാർമോണിയസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഹാർമോണിയസ് ആയിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർമോണിയസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ, വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതം, അങ്ങനെ ജീവിക്കാം. അല്ലെങ്കിൽ അതിന്റെ നേരെ വിപരീതമായിട്ട് ജീവിക്കാം. പക്ഷെ അതിലൊരു വളരെ സങ്കടമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം ആളുകളും ഈ പ്രശ്നമില്ലാത്തൊരു ജീവിതം ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രശ്നത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. Many people go and do what they want to do and then listen to their inner direction. അതായത് പെട്ടെന്നുള്ള ആ മനസ്സിന്റെ ഒരു തോന്നൽ കൊണ്ട് ആ ഒരു എടുത്തുചാട്ടം എന്ന് പറയാം വേണമെങ്കിൽ, അതിന്റെ ഒരു കാരണം കൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ പോയി ചെയ്ത ശേഷം പിന്നീടാണ് അവര് ഈ എന്താണ് അവരുടെ അകത്തേക്കുള്ള ഡയറക്ഷൻ, അകത്തേക്കുള്ള ഒരു നോട്ടം പിന്നീടാണ് അവർ ചെയ്യുന്നത്. അപ്പോഴാണ് അവർ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. rather than listening to it and then deciding what to do. പക്ഷെ നേരെ തിരിച്ചാണ് അത് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം അകത്തിനെ ശ്രദ്ധിച്ചിട്ട് വേണം ആ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി തുണിയേണ്ടത്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പുറപ്പെടേണ്ടതെന്നുള്ളത്. പക്ഷെ അധികം ആൾക്കാരും നേരെ തിരിച്ചു ചെയ്യുന്നു. അത് കാരണം ജീവിതത്തിൽ ഒരുപാട് ഒരു സൗഖ്യം അല്ലെങ്കിൽ ഒരു സന്തോഷം ഇല്ലായ്മ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. We all have a mind, whether we always act like it or not. This is the second dimension of our life. നമ്മൾക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട്, അത് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. വെദർ വി ഓൾവേസ് ആക്ട് ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അത് പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. ദിസ് ഈസ് ദി സെക്കൻഡ് ഡയമെൻഷൻ ഓഫ് അവർ ലൈഫ്. ആദ്യം സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ മനസ്സിനെ കുറിച്ച് പറയുന്നു. ഇത് രണ്ടാമത്തെ ഡയമെൻഷനാണ് നമ്മുടെ ജീവിതത്തിൽ. വി ആർ റിയലൈസിങ് ടുഡേ ദാറ്റ് മെന്റൽ ഹെൽത്ത് ഈസ് ബേസ്ഡ് ഓൺ സ്പിരിച്വൽ ഹെൽത്ത്. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്താണ്? എന്റെ മനോബലം എന്റെ ആത്മീയ ഫലത്തെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ന് തിരിച്ചറിയുന്നു. അവർ ഫിസിക്കൽ ലൈവ്സ് ഇമാനേറ്റ് ഫ്രം ദ മൈൻഡ്. നമ്മളുടെ മനസ്സിൽ നിന്നാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ജീവിതം പുറത്തേക്ക് കാണപ്പെടുന്നത്.
what we say physical lives, here we are not just thinking about our physical bodies, but about everything in the physical body. നമ്മളുടെ ഈ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമല്ല നമ്മൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല. നമ്മുടെ മുമ്പിൽ എന്തെല്ലാം കാണപ്പെടുന്നു അതിനെ എല്ലാത്തിനും കൂടി ഒന്നിച്ചാണ് പറയുന്നത്. അതാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. എവ്രിതിങ് വി ക്യാൻ സീ, എവ്രിതിങ് society sees as our lives. So life emanates from the inside out, from the spiritual to the mental to the physical. അപ്പൊ അങ്ങനെയാണ് ആ 3 ഡയമെൻഷൻസ് ഓഫ് ലൈഫ് എങ്ങനെ കാണപ്പെടുന്നത് എന്നിവിടെ പറയുന്നത്. ഇപ്പോ ഫിസിക്കൽ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് സോഷ്യൽ ലൈഫ്, നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാത്തിനെയും പറയുന്നത് ഫിസിക്കൽ ലൈഫ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഒന്നിൽ നിന്നും ഒന്നിലേക്ക് വരുന്നത് എന്നാണ്. സോ ലൈഫ് ഇമാനേറ്റ്സ് ഫ്രം ഇൻസൈഡ് ഔട്ട്, അകത്തുനിന്ന് പുറത്തേക്ക് കാണപ്പെടുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതായത് ആത്മീയ തലത്തിൽ നിന്നും മാനസിക തലത്തിലേക്ക് വന്ന് പിന്നെ ശാരീരിക തലത്തിലേക്ക് വന്നു. അതാണ് എവ്രി ഗ്രേറ്റ് തിങ്കർ, എവ്രി ഗ്രേറ്റ് റിലിജിയൻ സേസ്. ഇത് ഈ ഓഥർ പറയുന്നത് എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ തത്വചിന്തകന്മാരും ഇത് തന്നെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ജീസസ് സെഡ്, "Thou shalt love the Lord thy love with all thy heart." That's the center of the spirit. ജീസസ് പറഞ്ഞ കാര്യങ്ങൾ അവര് സ്നേഹിക്കട്ടെ. എന്തിന്? The Lord thy God with all thy heart. അവരവരുടെ ദൈവത്തെ അവരവരുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കട്ടെ. ദാറ്റ്സ് ദ സെന്റർ ഓഫ് ദ സ്പിരിറ്റ്. ഈ ആത്മീയ തലത്തിന്റെ ഒരു സെന്റർ അതാണെന്നാണ് പറയുന്നത്. വിത്ത് ഓൾ ദൈ മൈൻഡ്, ദാറ്റ്സ് അവർ സെക്കൻഡ് വിഷൻ. ഓൾ ദൈ മൈൻഡ്, അവരവരുടെ മനസ്സ്, അത് രണ്ടാമത്തെ. അതായത് ആ സ്പിരിച്വൽ മെന്റൽ അത് പറയുന്നുണ്ട്. ആൻഡ് ദൈ നൈബർ ആസ് ദൈസെൽഫ്, അയൽവാസിയും അവനവനായിട്ട് തന്നെ സ്നേഹിക്കണം. ഇപ്പൊ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതന്നെ. മാത്യു 2:3-7-9. These are our steps. Step 1, 2 and 3 are the heart. 1, 2, 3 പടിയും ഹൃദയമാണ്. Step 4, 5, 6 and 7 are the mind. 4, 5, 6, 7 പടികൾ മനസ്സാണ്. And the steps 8, 9 with our neighbors, our relationship with others. അത് ഒരു തലത്തിൽ അത് സ്പിരിച്വൽ ആണ്, മറ്റേ ഫിസിക്കൽ ആണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ ആദ്യം സ്പിരിച്വൽ, അതായത് 1, 2, 3 പടികൾ സ്പിരിച്വൽ. ദി ഹാർട്ട്, അതിന്റെ ഹൃദയ ഭാഗം എന്ന് തന്നെയാണ് പറയുന്നത്. 4, 5, 6, 7 മനസ്സ്, 8, 9 പടികള് വിത്ത് അവർ നൈബേഴ്സ്, അവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അത് ഫിസിക്കൽ. അതിവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ഇത് 3 കാര്യം, ഈ 3 ഡിസൈൻ, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം നമ്മൾ വായിച്ചത്. അപ്പോ our steps work along the design of life. This is nothing new. This knowledge is as old as man himself. അപ്പൊ നമ്മുടെ ഈ പടികള് പ്രവർത്തിക്കുന്നത് ഡിസൈനിന്റെ കൂടെയാണ്, ഡിസൈൻ ആയിട്ട് തന്നെയാണ്. അതിലൊന്നും പുതിയതായിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു അറിവ് മനുഷ്യനുള്ള കാലത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. The power of it is that through the first 9 steps we have put our lives in order. നേരത്തെ വായിച്ചിരുന്നത് ആദ്യത്തെ 9 പടികളിലൂടെ ജീവിതത്തെ തന്നെ ഒരു നിലയിലാക്കി, ഒരു നല്ല നിലയിലാക്കി, ഒരു ഓർഡറിലാക്കി. Though these 9 simple steps, through these 9 simple steps, the miracle of the program of Alcoholics Anonymous is that it has boiled all the principles of living. It has boiled all the principles of living
down into these steps. അപ്പൊ ഈ പടികൾ എല്ലാം ഓൾ എന്താ പറയാ കോംപ്രഹെൻസീവ് എന്നൊക്കെ പറയാം, ഇംഗ്ലീഷ് വേർഡാണ്. എല്ലാത്തിനെയും അതിന്റെ ഉള്ളിലേക്ക് ഉള്ളടക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പടികളാണ്. അതാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു ഇതിന്റെ ഏറ്റവും ഒരു അത്ഭുതം എന്നാണ് പറയുന്നത്. അത്ഭുതം എന്താണ് ഈ പ്രോഗ്രാമിന്റെ? ഇതിലേക്ക് ചുരുക്കുന്നു, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇതിലേക്ക് ചുരുങ്ങി വരുന്നത് എന്താണ്? ലിവിങ് ഡൗൺ ഇൻ ടു ദീസ് സ്റ്റെപ്സ്. ഈ പടികളിലേക്ക് അടങ്ങുന്നു. അതാണ് ദീസ് സ്റ്റെപ്സ് കറക്റ്റ് എനിത്തിങ് ദാറ്റ് ഈസ് റോങ് വിത്ത് അവർ ലിവിങ് ആൻഡ് ദ പ്രോമിസസ് കം ടു അസ് ആഫ്റ്റർ ദോസ് 3 dimensions of our life are in order. ഈ പടികള് നമ്മളിൽ ഉണ്ടാവുന്ന പോരായ്മകളെ നികത്തുന്നതോടൊപ്പം നമുക്ക് നല്ലൊരു ജീവിതം തരുന്നതോടൊപ്പം നമുക്ക് വാഗ്ദാനങ്ങൾ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ 3 dimensions, ഈ 3 തലത്തിലും നമ്മളുടെ ജീവിതങ്ങൾക്ക് ഒരു ചിട്ട നമുക്ക് രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളത്. സ്റ്റെപ്സ് 10, 11 and 12 കം അലോങ് നെക്സ്റ്റ്. പിന്നീടാണ് 10ഉം 11ഉം 12ഉം പടികൾ വരുന്നത്. ദേ ആർ ഡിഫറെന്റ്. ഇതുവരെയുള്ള ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ്? ദ ബിഗ് ബുക്ക് ടോക്സ് അബൌട്ട് എ 4th dimension. അവിടെ ഒരു 4ാമത്തെ ഡയമെൻഷനെ കുറിച്ച് പറയുന്നു. കാഴ്ച. 4ാമത്തെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയാൻ വേണമെങ്കിൽ ഓഫ് എക്സിസ്റ്റൻസ്. 4ാമത്തെ ഒരു ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ് which a lot of us don't really understand. നമ്മളിൽ പല ആളുകൾക്കും മനസ്സിലാവാത്തൊരു ഡയമെൻഷനാണ്. Some of us have found a way of life that we never thought existed. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതം നമുക്ക് കാണാൻ സാധിച്ചു, നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. Some of us know a little bit about heaven. Some of us know a little bit about heaven. നമ്മളിൽ കുറച്ച് ആളുകൾക്ക് കുറച്ചൊക്കെ സ്വർഗത്തെ കുറിച്ച് അറിയാം. See Big Book page 25. If we can grow spiritually and mentally and in right relationship with the physical world, we are going to expand to the 4th dimension. ഈ 4ാമത്തെ ഡയമെൻഷനിലേക്ക്, 4ാമത്തെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ അവിടേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? നമ്മൾ വളർച്ച ഉണ്ടാവുന്നത് മാനസികമായിട്ട്, ആത്മീയമായിട്ടുള്ള വളർച്ച, അതുകൊണ്ടുണ്ടാവുന്ന മാനസിക വളർച്ച, എന്നിട്ട് അത് ഒരു നല്ല ഒരു ശരിയായ രീതിയിലുള്ള ഒരു ബന്ധം, പുറമെയുള്ള ഫിസിക്കൽ വേൾഡുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളത്. വി ആർ ഗോയിങ് ടു എക്സ്പാൻഡ്. അപ്പോഴാണ് നമ്മൾ 4ാമത്തെ, ഈ പറഞ്ഞ 4ാമത്തെ ഡയമെൻഷൻ അല്ലെങ്കിൽ 4ാമത്തെ കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടുക. As we grow, we will begin to occupy that 4th dimension the Big Book talks about. അപ്പൊ നമ്മൾ വളരണം, ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇവിടെ പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ 4ാമത്തെ ഡയമെൻഷനിൽ we will begin to occupy that 4th dimension in Big Book. The Big Book പറയുന്ന 4ാമത്തെ ഡയമെൻഷൻ നമുക്ക് അവിടെ ചെല്ലാൻ സാധിക്കും, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. In step 3, we have made a decision to turn our lives over to the will of God. Turn our lives over to the will of God. And that is about as perfectly as we do that. God will take care of our growth. All we have to do is remove the things that block us from God. ദൈവം നമ്മളെ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ ദൈവം നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തരും എന്നുള്ളതിന്റെ ഉറപ്പ് പറയുന്നുണ്ട്. 3ാം പടിയിൽ അതാണ് നമ്മൾ ചെയ്തത്. we made a decision to turn our lives. നമ്മുടെ ജീവിതവും
നമ്മളുടെ ജീവിതവും ദൈവത്തിന് വിട്ടുകൊടുത്തു. ഇച്ഛയും ജീവിതവും ദൈവത്തിൽ വിട്ടുകൊടുത്തു. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ആസ് പെർഫെക്റ്റ്ലി ആസ് വി ക്യാൻ ഡു ദാറ്റ്. അപ്പൊ അത് ചെയ്യുന്നതോടുകൂടി ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് അവർ ഗ്രോത്ത്. നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് നോക്കിക്കോളും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓൾ വി ഹാവ് ടു ഡു ഈസ് റിമൂവ് ദി തിങ്സ് ദാറ്റ് ബ്ലോക്ക് അസ് ഫ്രം ഗോഡ്. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം തടസ്സം എവിടെ ഉണ്ടാവുന്നു അതിനെ മാറ്റാനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പടികൾ വായിക്കുമ്പോഴും നമ്മളത് കണ്ടിരുന്നു. The only way to do that is through steps 4, 5, 6, 7, 8 and 9. അപ്പൊ അതാണ് ആക്ഷൻ സ്റ്റെപ്സ്. ഈ നമുക്കും ദൈവത്തിനും ഇടയിലുണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റുന്ന പടികളാണ് 4, 5, 6, 7, 8, 9. The spirit will then grow. അപ്പോഴാണ് എന്നിലുള്ള ആത്മാവ് വളരാൻ തുടങ്ങുന്നത്. If the spirit grows, the mind will grow. ഇതെല്ലാം ഒന്ന് കണക്റ്റഡ് ആണ്. സ്പിരിറ്റ്, മൈൻഡ്, ഫിസിക്കൽ. അപ്പൊ ഒന്ന് വളരുമ്പോൾ അടുത്തത് വളരും. ആൻഡ് ദെൻ ദ മൈൻഡ് ഗ്രോസ്, അവർ റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഫിസിക്കൽ വേൾഡ് വിൽ ഗ്രോ. അപ്പൊ എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ അകത്തുനിന്ന് പുറത്തേക്ക് ഉണ്ടാവുന്ന ഇമാനേഷനെ കുറിച്ച് പറഞ്ഞ ആ ഒരു പുറത്തേക്ക് വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ആത്മീയ തലത്തിൽ അത് ആത്മാവിന്റെ തലത്തിൽ വളർച്ച ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നത് ആത്മാവിന്റെ തലത്തിൽ വളർച്ച ഉണ്ടാകുമ്പോൾ മാനസിക തലത്തിലുള്ള വളർച്ച ഉണ്ടാവും. മാനസിക തലത്തിലുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ പുറം ലോകവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളർച്ച ഉണ്ടാകും. അതായത് ഫിസിക്കൽ വേൾഡുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ വളർച്ച ഉണ്ടാവുന്നുണ്ട്. ദിസ് ഗ്രോത്ത് ഈസ് അൺഎൻഡിങ് ആൻഡ് സ്റ്റെപ്പ് 10 ഇസ് ദ ബിഗിനിങ് ഓഫ് ദിസ് ഗ്രോത്ത് ഇൻ അവർ ലൈഫ്. അപ്പോഴാണ് 10ാം പടിയിൽ എത്തുന്നത്. ഈ വളർച്ച ഒരു തീരാ വളർച്ചയാണ്, അതിനൊരു അവസാനമില്ലാത്തൊരു വളർച്ചയാണ്. അപ്പൊ അത് 10ാം പടിയാണ് അതിന്റെ തുടക്കം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4ാം പടി തൊട്ട് 9ാം പടി വരെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും 10ാം പടിയിൽ ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് 10ാം പടി ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 10ാം പടി ഒരു തുടക്കമാണെന്ന്. സ്റ്റെപ്പ് 10 is a way to enter the plan of continuous growth.